മാന്യരെ, വീണ്ടും വരുന്നു, വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നു. വളരെ അധികം എപ്പിസോഡുകൾ നമ്മൾ പറയുകയും കാണുകയും കേൾക്കുകയും ചെയ്തു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി. നെഗറ്റീവായ യാതൊരു അഭിപ്രായങ്ങളും കാര്യമായി ആരും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പ്രോത്സാഹനമാകുന്നു. ഇന്ന് യോഗങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യോഗങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വേണമെങ്കിൽ ദീർഘമായിട്ട് ഒരു ദിവസം മുഴുവൻ പറയാം. നൂറുകണക്കിന് യോഗങ്ങളുണ്ട്. അവൻ യോഗമുള്ളവനാണ്, അവൾ യോഗമുള്ള പെണ്ണാണ് എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. ആ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് യോഗമുണ്ടെങ്കിൽ, നല്ല യോഗങ്ങളുണ്ടെങ്കിൽ അയാൾ നല്ല രീതിയിലേക്ക് വരുന്നു, അയാൾ സമുദായത്തിൽ ആദരിക്കപ്പെടുന്നു, അനവരമായി ഉയർന്ന സ്ഥായിയിലെത്തുന്നു, സ്വഭാവത്തിന് പ്രത്യേകതകൾ വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് യോഗത്തെ കുറിച്ച് പറയുമ്പോൾ. യോഗം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? യോഗം ഇല്ലാത്തവൻ, ധനമില്ലാത്തവൻ എന്ന രീതിയിലാണ് യോഗം ഇല്ലാത്തവനെ കുറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത്. ധനമുള്ളവനും ധനമില്ലാത്തവനും ഈ അന്തരം പോലെയാണ് യോഗമുള്ളവനും യോഗമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ആണായാലും പെണ്ണായാലും യോഗങ്ങൾ അനേകമുണ്ട്. അതിൽ പഞ്ചമഹാ പുരുഷ യോഗങ്ങൾ എന്ന് പറയുന്ന യോഗം, അതാണ് ഏറ്റവും പ്രധാനം. അത് വ്യാഴം, ശുക്രൻ, ശനി, ബുധൻ, ചൊവ്വ, ഇവരാണ് ഈ യോഗകർത്താക്കൾ. പഞ്ചമഹാപുരുഷ യോഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഹംസയോഗം. അത് തരുന്നത് വ്യാഴമാണ്. വ്യാഴം ലഗ്ന കേന്ദ്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു യോഗമാണ്. ആ ഒരു യോഗം മതി ഒരു വ്യക്തി എല്ലാ തരത്തിലും ആദരിക്കപ്പെടാനും ഉയരാനും. ഈ യോഗത്തിന്റെ വരുംവരായികളെ കുറിച്ച് പറയുന്നില്ല, അത് നമുക്ക് ഓരോ യോഗങ്ങളെ കുറിച്ച് ഓരോ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഈ പറയുന്ന വ്യാഴം തരുന്ന ഹംസയോഗം ഉള്ളയാൾ സുമുഖനും സുശീലനും ധനവാനും വളരെ നല്ല സ്വഭാവമുള്ളവനും അതുപോലെ അനേക ഗുണങ്ങളോട് കൂടിയവനുമായിരിക്കും. അതാണ് ഹംസയോഗത്തിന്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് ഇലാബറേറ്റ് ആയിട്ട് വേറൊന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ശുക്രൻ തരുന്ന ഒരു യോഗമാണ് മാളവ്യ യോഗം. മാളവ്യ യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം മാളവ്യ യോഗം കല, അതുപോലെ അഭിനയം, മറ്റു കാര്യങ്ങൾ, സ്വർണ വ്യാപാരം എന്ന് വേണ്ട ഹോട്ടൽ ബിസിനസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് മാളവ്യയോഗം. മാളവ്യയോഗം എന്ന് വെച്ചാൽ ദീർഘായുസ് കിട്ടും. അത് ഹംസയോഗത്തിനും ദീർഘായുസുണ്ട്, ദീർഘായുസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. മാളവ്യയോഗത്തിനും ദീർഘായുസുണ്ട്. 80-84 വയസ്സിലധികം ആയുസ് മാളവ്യയോഗം നമുക്ക് തരും. അപ്പൊ മാളവ്യയോഗം ശുക്രനാണ് തരുന്നത്. ശുക്രൻ സ്വക്ഷേത്ര ബലവാനോ ഉച്ചബലവാനോ ആയിട്ട് ലഗ്നകേന്ദ്രത്തിലോ മറ്റോ നിൽക്കുമ്പോഴാണ് ഈ മാളവ്യയോഗം വരുന്നത്. അത് ഒരു വ്യക്തിക്ക് കലാപരമായ കഴിവ്, നല്ല സിനിമാ നടന്മാർക്ക്, അതുപോലെ നാടക നടന്മാർക്ക്, നടികൾക്ക്, സിനിമാ നടികൾക്കെല്ലാം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ മാളവ്യയോഗം കാണാൻ പറ്റും. മാളവ്യയോഗത്തെ കുറിച്ച് ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ആ യോഗം നമുക്ക് തരുന്ന പ്രത്യേകത, ഗുണങ്ങള്, അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇനിയാണ് രുചകയോഗം വരുന്നത്. അത് ചൊവ്വയാണ് അതിന്റെ ദാതാവ്. രുചകയോഗം തരുന്നത് ചൊവ്വയാണ്. ചൊവ്വ ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചബലവാനായിട്ടോ നിന്നാൽ രുചകയോഗം വരുന്നു. രുചകയോഗം എന്ന് വെച്ചാൽ ചൊവ്വ ക്ഷത്രിയനാണ്. ഈ രുചകയോഗം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 40 വയസ്സേ തോന്നി. ഒരു സ്ത്രീക്ക് രുചകയോഗം ഉണ്ടെങ്കിൽ അവൾക്ക് ഒരു 30 വയസ്സുണ്ടെങ്കിൽ 20 വയസ്സേ തോന്നും. തന്നെയല്ല, രുചകയോഗം ഉള്ള ആളുകൾ മുഴുവൻ, മിക്കവാറും ആളുകൾ പോലീസ്, പട്ടാള വകുപ്പ്, NCC, നേവി, ഫയർഫോഴ്സ്, അതുപോലുള്ള സ്പോർട്സ് വകുപ്പ് മുതലായ വകുപ്പുകളിലാണ് അവർ ജോലിയിൽ ചെന്നപ്പെടുക.
നിത്യതാരുണ്യമാണ് അവരുടെ ഒരു പ്രത്യേകത. ധനപരമായും കായികമായും മറ്റെല്ലാ തരത്തിലും ആയുഷിന്റെ കാര്യത്തിലും അവർക്ക് കാര്യമായ പഞ്ഞങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതാണ് രുചകയോഗം. പിന്നെ ഭദ്രയോഗമാണ് വരുന്നത്. അത് ബുധനാണ് അതിന്റെ ദാതാവ്. ഭദ്രയോഗം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ബുധൻ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിന്ന് തരുന്ന യോഗമാണ് ഭദ്രയോഗം. അത് വിദ്യ, ജോലി, നിഗൂഢശാസ്ത്രം, കല, കവിത ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ പ്രയോക്താവാണ് ബുധൻ. ബുധൻ സൂത്രശാലിയാണ്. അപ്പോ അയാൾ തരുന്ന ആ ഭദ്രയോഗത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹംസയോഗം പറഞ്ഞു, രുചകയോഗം പറഞ്ഞു, മാളവ്യയോഗം പറഞ്ഞു, അതുപോലെ ഭദ്രയോഗം പറഞ്ഞു. ഈ വക യോഗങ്ങൾ തരുന്നത് വ്യാഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ മുതലായ ആൾ. ഇനി ശനിയാണ്. ശനി തരുന്ന യോഗം എന്താണ്? അതും ശനിയും ഒരു പഞ്ചമഹാപുരുഷ യോഗം തരുന്നുണ്ട്. അതാണ് ശശമഹായോഗം. ശശമഹായോഗം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആയുസല്ല, മറ്റു കാര്യങ്ങളല്ല, നേതൃത്വപരമായ കഴിവാണ്. നേതൃത്വപരമായ കഴിവ് ഒരു പുരം, പട്ടണം, ഗ്രാമം അല്ലെങ്കിൽ MLA, മന്ത്രി മുതലായ സ്ഥാനങ്ങളിലെല്ലാം വരുന്നത് ദശമഹായോഗമുള്ളവരാണ്. ദശമഹായോഗം നമ്മൾ പരിശോധിച്ചാൽ ഇത്തരക്കാരാണ് മന്ത്രിമാരാവുന്നതും, ഇത്തരക്കാരാണ് മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലുള്ള പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 5 യോഗങ്ങളെ കുറിച്ച് വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ യോഗവും ആ യോഗം തരുന്ന ആളുകളെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോ ഇനി വ്യാഴത്തിന് തന്നെ തരാൻ വേറെ യോഗങ്ങളുണ്ട്. കേസരി യോഗമുണ്ട്. കേസരി യോഗം വ്യാഴം തരുന്ന യോഗമാണ്. 84 വയസ്സ് വരെ ആയുസ്, ധനം, പ്രതാപം, ഐശ്വര്യം മുതലായ കാര്യങ്ങൾ. ശരഭയോഗം ശുക്രൻ തരും. അത് ശത്രുകുലനാശം, ദീർഘായുസ്, മറ്റു കാര്യങ്ങളൊക്കെ അത് തരും. അതുപോലെ മറ്റു പല യോഗങ്ങളും ഓരോ ഗ്രഹങ്ങളും നമുക്ക് തരുന്നുണ്ട്. ഈ യോഗങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. ഏതെങ്കിലും ഒരു നല്ല യോഗം മതി ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ. ഒരു യോഗവും ഇല്ലാതെ, ഒരു തരത്തിലും ഒരു യോഗവും ഇല്ലാതെ, ആകെ അത് പ്രത്യേകിച്ച് ചന്ദ്രന്റെ 2ലും 12ലും ഗ്രഹമില്ലാതെ വരിക, യാതൊരു യോഗങ്ങളും ജാതകത്തിലില്ലാതെ വന്നാൽ അയാൾ സത്യത്തിലെ രപ്പാളിയാണ്. അയാള് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ജ്യോത്സ്യന്മാര് പറയുന്ന രീതിയിലല്ല ഈ പറച്ചില്. നമ്മളിപ്പോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വായിൽ മുറുക്കാനിട്ടിട്ട് മേപ്പോട്ട് നോക്കിയിരുന്ന് കണ്ണടച്ചിരുന്ന് ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലും. അപ്പൊ നമ്മൾ കരുതി ഇയാൾ പണ്ഡിതനാണെന്ന്. അയാൾക്കൊരു ചുണ്ണാമ്പ് അറിയില്ല, അയാൾക്കൊരു മണ്ണാങ്കട്ടി അറിയില്ല, കിഴങ്ങും അറിയില്ല. എന്നാലും ഇവര് സ്തോത്രം ചൊല്ലും, അല്ലെങ്കിൽ വലിയ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. അതുപോലെയല്ല, ഞാൻ ഇതിന്റെ ഒരു തിയറി പറയുകയാണ്. ദാരിദ്ര്യയോഗം എന്ന് പറയുന്ന കേമദ്രുമയോഗം. പ്രാപ്തേ കേമദ്രുമേ തസ്മ കസ്മിൻസ്തജായതേ രാജയോഗ വിനശ്യന്തി ഹരിം ദൃഷ്ട്യ യഥാധിപ എന്ന് വെച്ചാൽ, കാട്ടിൽ ആന വലിയ മൃഗമാണെങ്കിലും സിംഹം പല്ലുകൊഴിഞ്ഞ് വിശന്ന് വലഞ്ഞു കിടക്കുകയാണ് എങ്കിലും അതിന്റെ മുന്നിലൂടെ ആന കടന്നു പോയാൽ അതിന്റെ മസ്തകം പിളർത്തി, അടിച്ചു പിളർത്തി അതിനെ വീഴ്ത്തും. അപ്പോ ജാതകത്തിൽ കേമദ്രുമയോഗം ഉണ്ടായാൽ മറ്റു നല്ല യോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കാൻ ഈ യോഗത്തിന് ശക്തിയുണ്ട് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഏറെക്കുറെ ശരിയാണ്. കേമദ്രുമയോഗമുള്ള ആൾക്ക് വേറെ ചില യോഗങ്ങൾ അതിനകത്തുണ്ടെങ്കിലും അതിന്റെ ഫലത്തേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നത് ഈ യോഗത്തിനായിരിക്കും. കേമദ്രുമയോഗമുള്ള ആളുകൾ മലിനവസ്ത്രധാരിയും കൈനഖം വെട്ടാതെ കുഴിനഖം കുത്തിയവനും അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നവനും ആകെ കൂടി കടം കൊണ്ട് കാട് കയറുന്നവനും എന്ന് വേണ്ട എന്തെല്ലാം മലിനതയുണ്ടോ, എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം ഈ യോഗത്തിൽ ദീർഘായുസം ഉണ്ടാവും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വൃത്തികേട്, ദീർഘായുസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പല പല യോഗങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ വലിയ യോഗങ്ങളെ പറഞ്ഞു, അതിൽ ചീത്ത യോഗത്തെ പറഞ്ഞു. ഇനി
വേറെ ചില യോഗങ്ങൾ നമ്മൾ കാണാതെ കിടക്കുന്ന യോഗങ്ങളുണ്ട്. സരസ്വതി യോഗം, അത് വ്യാഴം, ബുധൻ, ശുക്രൻ ഈ 3 പേരും സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലാണ് സരസ്വതി യോഗം വരുന്നത്. സരസ്വതി യോഗം 100 പേരിൽ ഒരാൾക്കേ ഉണ്ടാകൂ. സരസ്വതി യോഗമുള്ള ആളുകൾ വാക്കും വാചകവും കലയും കവിതയും അത് അനർഗളം പ്രവഹിക്കുന്ന ഒരവസ്ഥ. അവരുടെ മരണം വരെ അവര് ആ വാക്കും വാചകവും അതുപോലെ എഴുത്തും, പ്രസംഗമാണെങ്കിൽ പ്രസംഗം, പാട്ടാണെങ്കിൽ പാട്ട്, അതുപോലെ എന്തിലും അവര് പ്രാവീണ്യം നേടും. സരസ്വതി യോഗം. അതുപോലെ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന യോഗം എന്നുവെച്ചാൽ വളരെ ദരിദ്രനായിരിക്കും, വളരെ ചെറിയ തലത്തിലായിരിക്കും, അവൻ മന്ത്രിയാവുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉന്നതമായ സ്ഥാനത്ത് വിദ്യ കൊണ്ടോ മറ്റു കാര്യം കൊണ്ടോ അവൻ ഉന്നത സ്ഥാനത്തെത്തുകയാണ്. അഖണ്ഡ സാമ്രാജ്യ യോഗം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു യോഗമാണ് സുനഭ യോഗം. ചന്ദ്രന്റെ 2ലും 12ലും ഗ്രഹങ്ങളില്ലെങ്കിൽ എന്ന് ആദ്യം പറഞ്ഞു. ചന്ദ്രന്റെ 2ൽ ശുഭഗ്രഹം നിന്നാൽ, പ്രത്യേകിച്ച് വ്യാഴം, ശുക്രൻ, ബുധൻ അതുപോലത്തെ ആളുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന സുനഭായോഗം വളരെ മനോഹരമായിരിക്കും. കാട്ടിലായാലും കടലിലായാലും സ്വർഗത്തിലായാലും നരകത്തിലായാലും അവര് ജീവിതാന്ത്യം വരെ സ്വയം ധനം സമ്പാദിക്കും. മറ്റൊരാളുടെ സഹായം കൂടാതെ സ്വയം ധനം സമ്പാദിക്കുന്ന ഒരു യോഗമാണ് സുനഭായോഗം. അനഭായോഗം ചന്ദ്രന്റെ 12ൽ ഗ്രഹം ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ അനഭായോഗമുണ്ട്. 2ലും 12ലും ശുഭനുണ്ടെങ്കിൽ ദുരിതുരായോഗമുണ്ട്. അതെല്ലാം നല്ല നല്ല യോഗങ്ങളാണ്. ഇതുപോലെ നമ്മൾ അറിയപ്പെടാതെ ഇപ്പൊ ശരഭയോഗം ഞാൻ പറഞ്ഞു, ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശുക്രൻ വന്നു നിന്നാൽ ശരഭയോഗമാണ്. ആ യോഗമൊന്നും അധികം പരാമർശിക്കപ്പെടാത്ത യോഗങ്ങളാണ്. ഇതുപോലെ വിപരീത രാജയോഗം എന്ന യോഗത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2000 ആണ്ടിൽ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. അത് കാളിദാസന്റെ ഉത്തരകാലാമൃതത്തിലാണ് അതിന്റെ ഉറവിടം. അവിടെ നിന്ന് കണ്ടു പൊക്കിയെടുത്തതാണ് 2000 ആണ്ടിൽ. അന്ന് അതിന് ഉദാഹരണമായിട്ട് ജാതകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള യോഗങ്ങൾ, നമ്മൾ കാണാത്ത യോഗങ്ങളും അതുപോലെ ജ്യോതിഷികൾ പറയാത്ത യോഗങ്ങൾ വളരെ അധികമുണ്ട്. എല്ലാ പോലീസുകാർക്കുള്ള യോഗമാണ് നിപുണയോഗം, രവി ബുധ യോഗം. കാരണം രവിയും ബുധനും അടുത്തടുത്തേ സഞ്ചരിക്കുള്ളൂ. അപ്പൊ രവി ബുധ യോഗം എല്ലാ പോലീസുകാർക്കും ഉണ്ടാവും. അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു യോഗമാണ്. മിക്കവാറും ആളുകൾക്കാണ്. രവി ബുധ യോഗം ഇല്ലാത്ത ജാതകം ഉണ്ടാവില്ല. വളരെ കുറച്ച് ജാതകങ്ങളെ നിപുണയോഗം ഇല്ലാതിരിക്കുള്ളൂ. നിപുണയോഗം എന്ന് വെച്ചാൽ ഏത് കാര്യത്തിൽ എക്സ്പെർട്ട് ആയിരിക്കും എന്നൊക്കെയാണ് വ്യാഖ്യാനം പറയുന്നത്. അത് രവിയുടെയും ബുധന്റെയും ബലം അനുസരിച്ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ യോഗത്തിനെ ആരും വലിയ കാര്യമായിട്ട് ഒരു പ്രസക്തിയും കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ 100 കണക്കിന് യോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ചില യോഗങ്ങളെയാണ് എടുത്തിപ്പോ ഞാൻ പറഞ്ഞത്. ആ യോഗങ്ങളെല്ലാം നമ്മളെ ധന്യരാക്കുന്നു. എന്നാൽ ഹേമദ്രുമം പോലെയും രേഖായോഗം പോലെയുള്ള ആ യോഗങ്ങൾ നമ്മളെ ആകെ വിഷമിപ്പിക്കുന്നു. യോഗങ്ങൾ ഇല്ലാത്തൊരു ജാതകം എന്നാൽ ഉപ്പില്ലാത്ത തോരൻ എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ യോഗങ്ങൾക്കൊക്കെ ഭംഗം വരും. ഇപ്പൊ നമുക്ക് ഹംസയോഗമുണ്ട്, രുചകയോഗമുണ്ട്, മാളവയോഗമുണ്ട്. ഇങ്ങനെയൊക്കെ യോഗങ്ങൾ ഒരുമിച്ച് വന്നാൽ ഈ ഗ്രഹങ്ങൾ തമ്മിൽ മത്സരിച്ച് യോഗഫലം കുറയ്ക്കും. കാരണം ഒരമ്മയ്ക്ക് 4 മക്കളുണ്ട്. ഒരാൾ കളക്ടർ, ഒരാൾ മന്ത്രി, ഒരാൾ ബിസിനസ്സുകാരൻ, ഒരാൾ പാട്ടുകാരൻ. പാട്ടുകാരൻ പറയും കളക്ടർ കൊടുക്കട്ടെ, കളക്ടർ പറയും മന്ത്രി കൊടുക്കട്ടെ. അമ്മയെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അമ്മ വൃദ്ധസദനത്തിലായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ വൃദ്ധസദനത്തിലായിരിക്കും. ഇവർ തമ്മിൽ മത്സരിച്ച് ഫലം പോവും. അങ്ങനെ ഒരു സംഭവം കാണാറുണ്ട്. അതുപോലെ തന്നെ യോഗങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും ആ യോഗബലം സിദ്ധിക്കാതെ വരുന്ന ഒരു കാര്യം ചന്ദ്രന്റെ ബലമാണ്. ചന്ദ്രബലം ഇല്ലാത്ത ഒരു ജാതകത്തിൽ എന്ത് യോഗമുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ യോഗത്തിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. ചന്ദ്രന്റെ ബലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പൂർണ്ണചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. അത് കഴിഞ്ഞ് 5 ദിവസം പഞ്ചമി വരെ, വെളുത്തപക്ഷ പഞ്ചമി വരെ അവൻ പൂർണ്ണ ബലവാനാണ്. വെളുത്തപക്ഷ പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ കീഴ്പോട്ടായി പോക്ക്. അതുപോലെ കറുത്ത പക്ഷത്തില് ബലക്കുറവ് വരുന്നു. കറുത്ത വാവിന്റെ അന്ന് സാധാരണ ആള് പറയും കറുത്ത വാവിന്റെ അന്നാണ് ജനനം, പോക്കാണ് കേസ്. അല്ല, കറുത്ത വാവിന്റെ അന്ന് പകല് ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. കാരണം സൂര്യന്റെ ബലവും കൂടി ചന്ദ്രൻ വലിച്ചെടുത്ത് ചന്ദ്രൻ ബലവാനാവുന്നു. പക്ഷെ രാത്രിയാണ് ജനനമെങ്കിൽ നേരെ മറിച്ചാണ്, ചന്ദ്രന് ബലമില്ല.
ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ കർശനമായി കൂലങ്കഷമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കണം. കാരണം വെറുതെ ഒരു യോഗം കണ്ടു, ഇയാൾ ധനവാനാണ്, അല്ലെങ്കിൽ ഇയാൾ കേമനാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ധനമുണ്ട്, ഇയാൾക്ക് ഐശ്വര്യമുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയാൻ പാടില്ല. അപ്പൊ അതിന് ബലകമായിട്ട് മറ്റനേകം കാര്യങ്ങൾ ജാതകത്തിലുണ്ടാവും. അതുപോലെ സൂര്യന്റെ ബലം, ബുധന്റെ ബലം, ശുക്രന്റെ ബലം, ചൊവ്വയുടെ ബലം, വ്യാഴത്തിന്റെ ബലം, ഇതുപോലെ എല്ലാത്തിന്റെയും ശനിയുടെ ബലമില്ലാത്ത അല്ലെങ്കിൽ ആ നിൽക്കുന്ന ക്ഷേത്രത്തിന് പ്രസക്തിയില്ലാത്ത ശത്രുക്ഷേത്രം മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ യോഗത്തിന് ഫലഭംഗം വരും. ഫലഭംഗം വരാതിരിക്കാൻ നമ്മൾ വളരെ സസൂക്ഷ്മം പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇപ്പോ മൗഢ്യമുള്ള ഒരു ഗ്രഹം ഈ പറയുന്നതായ യോഗം തരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ആ ഗ്രഹത്തിന്, മൗഢ്യമുള്ള ഗ്രഹത്തിന് നമുക്ക് യോഗഫലം തരാൻ യാതൊരു സാധ്യതയില്ല. ഇനി ഒരു ഗ്രഹം നീചത്തിൽ നിന്നിട്ട് ഏറ്റവും മനോഹരമായ ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം. ഉദ്യോഗപവറാണ്, ചക്രവർത്തി തുല്യ പദവിയാണ്. കപ്പലിന്റെ കച്ചവടം ചെയ്താലും അവൻ ചക്രവർത്തിയാവും. കാരണം അതുകൊണ്ട് അവൻ കയറും. ഇറച്ചിവെട്ടാണ് തൊഴിലെങ്കിൽ അവൻ അതുകൊണ്ട് കയറും. അല്ല, ഉദ്യോഗത്തിലാണെങ്കിൽ ഉദ്യോഗത്തിന്റെ അങ്ങേ തലക്കലെത്തും. നീചഭംഗ രാജയോഗം. നീചത്തിൽ ഒരു ഗ്രഹം നിന്ന് ആ നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിന്റെ ഉച്ചരാശിയാധിപൻ ലഗ്നകേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത്. അത് ഉദ്യോഗ പവറാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. അതുപോലെ മന്ത്രിതുല്യ സ്ഥാനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ആ യോഗം പ്രദാനം ചെയ്യുന്നതാണ്. അതിനും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചന്ദ്രബലം, അതുപോലെ നീചം ഭവിച്ചു നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഉച്ചരാശിയാധിപൻ അതിന്റെ അവസ്ഥ, മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിക്കണം. ഇങ്ങനെയൊക്കെ യോഗത്തെ കുറിച്ച് പറഞ്ഞു എനിക്കിന്ന് നീചഭംഗരാജയോഗം കൊണ്ട് എനിക്ക് IAS കിട്ടും, ഞാൻ കളക്ടറാവുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഈ യോഗഫലങ്ങൾ സിദ്ധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം. അപ്പൊ ഏതാനും കുറച്ച് യോഗങ്ങളെ കുറിച്ചേ പറഞ്ഞുള്ളൂ. യോഗങ്ങൾ ധാരാളം പറയാനുണ്ട്. അനേകം നമ്മൾ കേൾക്കാത്ത യോഗങ്ങൾ, ഒരുപാട് യോഗങ്ങളുണ്ട്. അത്തരം യോഗങ്ങളെയൊക്കെ ഓരോന്നായിട്ട് ഇനി ഓരോ ചെറിയ ചെറിയ എപ്പിസോഡായിട്ട്, ടിപ്സായിട്ട് അവതരിപ്പിക്കുന്നതാണ്. പ്രേക്ഷകർ കാത്തിരിക്കുക. തൽക്കാലം വിടാം.